എൻ്റെ പൊന്നട ഉവേ നിർത്ത്, ഈ പരിപാടി അങ്ങ് നിർത്ത്. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം മിണ്ടണ്ടെന്ന് ഓർത്താ, പക്ഷേ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുക. ഒന്ന് ഓർത്ത് നോക്കി, മനാഫ് സുഡാപ്പിയാണെന്നും പറഞ്ഞ് ഒരു പക്ഷം, അർജുൻ്റെ അളിയൻ സംഖ്യയാണ്, അതുകൊണ്ടാണ് അയാൾ ഈ പൊട്ടത്തരം പറയുന്നതെന്നും പറഞ്ഞ് മറുപക്ഷം. മനാഫിനെ കുറിച്ചുള്ള കമൻറ്റുകൾ വേറെ, വീട്ടുകാരെക്കുറിച്ചുള്ള കമൻറ്റുകൾ വേറെ. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, മനാഫിനോടാണ് എനിക്ക് പറയാനുള്ളത്, മറ്റൊന്നുമില്ല. എൻ്റെ പൊന്നു മനാഫ, ഈ പരിപാടി നിർത്ത്, മതി. ഈ അർജുൻ്റെ വീട്ടുകാർ മഹാസ്വാർത്ഥത പിടിച്ച ആളുകളാണെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം പറയുന്നത്. ഏത് അവരുടെ സ്വന്തം നാട്ടിലുള്ളവർ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ കംപ്ലീറ്റ് പറയുന്നത് അതാണ്. ആയിക്കോട്ടെ, അവർ സ്വാർത്ഥതയുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് അർജുനോട് സ്നേഹമില്ല, അർജുൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തുള്ളി കണ്ണീര് വന്നില്ല, ഇതാന്നൊക്കെയാണ് ഈ ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, അവർ അർജുനോട് ഒരു സ്നേഹമില്ലാത്ത ആളുകളായിക്കോട്ടെ. നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ, അർജുനു വേണ്ടി നിങ്ങളൊരു 10-70 ദിവസം അവിടെ പോയി നിന്നല്ലോ, അർജുൻ്റെ ബോഡി കിട്ടുന്നോടം വരെ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അർജുനോട് ഒറിജിനലായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി, ഈ ഇൻ്റർവ്യൂ കൊടുപ്പും പരിപാടികളും ഈ സ്വീകരണവും കാര്യങ്ങളും എല്ലാം നിർത്ത്. കുറേ അവന്മാർ സ്വീകരണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കരുത്. കാര്യം മറ്റൊന്നുമില്ല, നമ്മുടെ നാട്ടുകാരാണ്, ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് താഴോട്ടിടാമെന്നുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചോണം. അതുകൊണ്ട് ഈ പരിപാടി ഇവിടം കൊണ്ട് നിർത്തുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മറ്റൊന്നുമല്ല, ഒരു മരണം നടന്ന വീടാണെന്ന് പോലും മനസ്സിലാക്കാതെ ആ വീട്ടുകാർക്കെതിരെ എന്തെല്ലാം അറ്റാക്കുകളാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അത്രയ്ക്കേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നം എന്താണ് ഒന്നും ആർക്കും നേരിട്ടറിയത്തില്ല. അവിടുന്ന് ഇവിടുന്ന് ഓരോ അറ്റവും മൂലയും കേട്ടിട്ട് വീട്ടുകാരെ ഇരുന്ന് കുറ്റം പറച്ചില്ല. ആദ്യമേ തുടക്കത്തിൽ ചില കാര്യങ്ങളിൽ വീട്ടുകാരോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടും, നാളെ പണി കിട്ടാം. അതുകൊണ്ട് നിങ്ങൾക്ക് അർജുനോട് ശരിക്കും സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാണെന്നും നിങ്ങൾ പറഞ്ഞു. അതായത് മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറിപ്പോകുന്നത് കണ്ടപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ അന്നേരം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇട്ടു. ഓക്കെ, അതൊക്കെ വളരെ നല്ല കാര്യമാണ്, സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ചെയ്തതിൻ്റെ ഫലം ഉണ്ടായി. ലോറി കിട്ടി, അർജുൻ്റെ ബോഡി കിട്ടി, വീട്ടുകാർ സംസ്കരിച്ചു. ഓക്കെ, അവിടം വരെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പരിപാടി അങ്ങ് വിട്ടേക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാര്യം അവരുടെ വീട്ടുകാർ എന്തും ആയിക്കോട്ടെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിച്ചോട്ടെ, അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അർജുൻ്റെ പേരിൽ യാതൊരു പണപ്പിരിവും നടത്താൻ പാടില്ല, അർജുൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ചാനലുകൾ തോറും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. കാര്യം അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമൊന്നും നമ്മൾ അറിയണ്ടെന്ന്. അവർക്കത് പറയാനുള്ള അധികാരമുണ്ട്, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവരമില്ല, വെള്ളിയാഴ്ചയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ മനാഫ് എന്ന് പറഞ്ഞ ആൾ ഈ അർജുനെ അത്രയ്ക്ക് സ്നേഹിച്ച വ്യക്തിയാണല്ലോ, നിങ്ങളതങ്ങ് വിട്ടേക്ക്. അവർക്ക് വിവരമില്ലെന്ന് തന്നെ നമുക്കും കൂട്ടാം. നിങ്ങളിത് പലരും പറയുന്നത് കേട്ടുകൊണ്ട് എടുത്ത് ചാടാൻ പാടില്ല. കാര്യം ഈ പുറകെ നിന്ന് കൈയടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ ചാനൽ നിങ്ങൾ നിർത്താൻ പോവുകയാണെന്ന് നിങ്ങളന്ന് പറഞ്ഞു. നിങ്ങൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞു ഈ ചാനൽ നിർത്താനായിരുന്നു എൻ്റെ ഉദ്ദേശം, ഇനി ഞാൻ നിർത്തത്തില്ല, അർജുനന് എൻ്റെ ലോറിയുടെ പേരിടും, ഇതാന്നൊക്കെ പറയാം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങളുടെ സ്വപ്രയത്നം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ലോറികളും തടിമില്ലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ആയത് നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത കർമ്മം അത് സത്യസന്ധമാണ്. അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ ദൈവവിശ്വാസിയാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓട്ടം കിട്ടും, മില്ലിൽ ഇഷ്ടം പോലെ വർക്ക് കിട്ടും. നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ യാതൊരു തെറ്റുകാരനും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ കർമ്മം ഇനി എന്താണോ അത് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ദൈവം നിങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ അർജുൻ്റെ പേരിൽ ലഭിക്കുന്നതൊന്നും നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അർജുൻ്റെ പേരിൽ കാശായിട്ട് മേടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. നോർമൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇത്ര സബ്സ്ക്രിപ്ഷൻ ആക്കിയിട്ട് മോണിറ്റൈസേഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കഥയല്ല. ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളവന് അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ അർജുൻ്റെ വിഷയം ഇവിടെ നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റേ നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങി. ഈ ചാനൽ എന്ന് റീച്ചായി വരാനായിട്ടാ? നല്ല നല്ല കണ്ടൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് റീച്ചായി വരാം, അല്ലേ? അല്ലാതെ സാധാരണ ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങിയാൽ ഒരിക്കലും റീച്ചായി. ഇത് അർജുനൻ്റെ പേരിൽ തന്നെയാണ്
ഈ ചാനൽ മുമ്പോട്ട് വന്നതും ഇത്രയും സബ്സ്ക്രിപ്ഷൻ വന്നതും എല്ലാം. അപ്പോൾ ആ പേരിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പേരും പ്രശസ്തിയും കിട്ടിയത്. എന്തിനാണിത്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ലോറിയുടെ പേര് അർജുൻ ഇടുമെന്ന് പറഞ്ഞു, ഇട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷേ അതും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരിഞ്ഞു വരുമെന്നേ. ആ അർജുൻ്റെ പേരിൽ അവൻ ലോറിക്ക് പേരിട്ടു, ആ പേരിലാണ് ഇവന് ഓട്ടോ എല്ലാം കിട്ടിയത്, അവൻ അതിനെ അങ്ങ് മുതലാക്കി. ഇങ്ങനെ പറയാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഈ ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോറി ഉടമ മനാഫ് എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിൽ പോയിട്ട് അതിൽ ടൈപ്പിൻ്റെ അവിടെ ചാനൽ മാത്രമായിട്ട് ടിക്കറ്റ് കൊടുക്കുക. കണ്ടോ എത്ര ലോറി ഉടമ മനാഫാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് സ്ക്രോൾ ചെയ്താലും തീരില്ല. കണ്ടോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ? അർജുൻ്റെ പേരിൽ മനാഫിന് സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പം മനാഫിൻ്റെ പേരിൽ ഞങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ കിട്ടണം. ഇതല്ലേ ഇവരുടെ എല്ലാം ഉദ്ദേശം. ഒന്ന് ഓർത്ത് നോക്കി, ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഇത്രയും വന്ന്, ഇതിലൊന്നും അറിയത്തില്ലാതെ ഉന്നം തെറ്റി എത്രയോ പേര് പലതിനകത്ത് വന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കി, ആളുകളുടെ ഓരോ കാര്യങ്ങളെ ഒന്ന് ചിന്തിച്ച്. ഇതുകൊണ്ടോ എത്ര എണ്ണം ഇത് സ്ക്രോൾ ചെയ്താലും തീരില്ല, ഇങ്ങനെ അങ്ങ് കിടക്കുക. കണ്ടോ, ഇതിനെയാണ് ഇത്തിൽ കണ്ണികൾ എന്ന് പറയുന്നത്. ഒരാളൊന്ന് റീച്ചായി ഉടനെ ആ പേരിൽ റീച്ചാകാൻ വേണ്ടി വേറെ കുറേ എണ്ണം കൂടെ ഇറങ്ങിയിരിക്കുക. ഇവരൊക്കെ മനോഭാവം എന്താണോ ആവോ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അർജുൻ്റെ വൈഫ് ജോലിക്ക് കയറിയത് വലിയൊരു പാതകമായിപ്പോയി. അവർ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണമായിരുന്നു. അതാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം. എന്തൊരു കഷ്ടമാണെന്നൊന്ന് ഓർത്ത് നോക്കി. അർജുനെ കാണാതായിട്ട് 10-70 ദിവസത്തോളം കഴിഞ്ഞ് അവർ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞു. അർജുൻ മരിച്ചു എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ അവർക്ക് ജീവിക്കണ്ടേ? അവർ 10-30 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജോലിക്ക് കയറി കാണും. ഇവർ ജോലിക്ക് കയറാൻ പാടില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അർജുൻ്റെ വൈഫ് ജോലിക്ക് കയറിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ പേരിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന മനാഫ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് അല്ലേ? പറയുമ്പോഴത്തേക്ക് എല്ലാം പറയണമല്ലോ. ഇതിനിടയ്ക്ക് മതം കുത്തിക്കയറ്റിയാണ്ട് വേറെ കുറേ എണ്ണം മതേതരത്വം കളിക്കുക. മുസ്ലിമായ മനാഫ് തൊഴിലാളിയായ അർജുനെ സഹായിച്ചു. ഇതിനിടയ്ക്ക് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ സഹോദര്യം എന്നും പറഞ്ഞുകൊണ്ട് മതം കുത്തിക്കയറ്റുക. എന്തിനാണ് ഇതൊക്കെ? ഞാൻ ആലോചിക്കും, ഈ മതം എന്ന് പറഞ്ഞ പണ്ടാരം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംസാരമേ വരത്തില്ലായിരുന്നു. ഒരു മനുഷ്യനെ സഹായിച്ച്, സ്വാഭാവികം, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഓരോ മൂലയ്ക്ക് ഇരുന്ന ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന് പിടികിട്ടാത്തത്. അർജുൻ്റെ വീട്ടുകാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അവരെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. മനാഫിനെ മാത്രമേ ക്യാമറയിൽ കാണുന്നുള്ളൂ. അവർക്ക് ചിലപ്പോൾ ക്യാമറ ഫേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരിക്കാം. അവരൊന്നുമില്ല, അവർ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ചുകൊണ്ട് അവരിങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നാണ് ഈ ആളുകളൊക്കെ ഈ പറഞ്ഞു വരുന്നത്. ഷെടാ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവരേതെങ്കിലും പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലീഗലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കാണോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നേരം വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. ഷെടാ, ഇതൊരു ഭയങ്കരം തന്നെ.